Dear Allah, thank you for this beautiful day. Bless our teachers and classmates. Help us to learn with attention and understand clarity. Guide us to do good in all that we do. Amen. Thank you. തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോട്ടെ മാം. തോട്ട് ഓഫ് ദ ഡേ. നിങ്ങൾ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നിനെ പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ഒന്നിനെ വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെടും. ഇങ്ങനെയുണ്ട്. ചൂടൊക്കെ അസഹ്യമാൻ തുടങ്ങിയോ? ചൂട് കൂടി തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിച്ചിട്ടല്ലേ കയറിയിരിക്കുന്നേ? അതെ മാം. അതെ. നമ്മള് അപ്രോച്ചസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹെർബാഷൻ അപ്രോച്ചസ് പഠിച്ചു. നെക്സ്റ്റ് എന്ന് പഠിക്കുന്നത് ഇവാലുവേഷൻ അപ്രോച്ച് ആണ് കേട്ടോ. ഇവാലുവേഷൻ സ്ക്രീൻ എല്ലാവർക്കും കാണാമല്ലോ? സ്ക്രീൻ കാണാമോ? അപ്പൊ ഈ ഒരു അപ്രോച്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് BS ബ്ലൂം ആണ്, അഥവാ ബെഞ്ചമിൻ S. ബ്ലൂം. ഇതിന്റെ പേര് ഫുൾ ആയിട്ട് പഠിക്കണം കേട്ടോ. ബെഞ്ചമിൻ S. ബ്ലൂം നോട്ട് ചെയ്യാം കേട്ടോ. ബെഞ്ചമിൻ BENJAMIN ബെഞ്ചമിൻ S. ബ്ലൂം. ബ്ലൂംസ് അപ്രോച്ച്, ബ്ലൂംസ് ടാക്സോണമി എന്നൊക്കെ നമ്മൾ ഇതിന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ പേര് എപ്പോഴും മറന്നു പോരുത്, ഓർത്ത് വെക്കുക. ബെഞ്ചമിൻ S. ബ്ലൂം വാലുവേഷൻ അപ്രോച്ചസ് കൊണ്ടുവന്ന ആരാണ്? അപ്പൊ ബെഞ്ചമിൻ S. ബ്ലൂം ആണ്. ബെഞ്ചമിൻ B ആണ് കേട്ടോ, ക്യാപിറ്റൽ B. ക്യാപിറ്റൽ ലെറ്റർ B യിൽ എഴുതണേ. BS Bloom has developed that access to classroom teaching. It considers that teaching in 3 steps. Okay. നമ്മൾ ഹെർബാഷൻ അപ്രോച്ചസിലെ എത്ര സ്റ്റെപ്സ് ആണ് പഠിച്ചത്? 5 steps. ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് പേരുകൾ പറയാമോ? Presentation, application, generalization. Okay, very good. Yes. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 3 സ്റ്റെപ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപ്രോച്ചസ് പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് കേട്ടോ ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ബെഞ്ചമിൻ S. ബ്ലൂമിന്റെ നമ്മൾ എല്ലാ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്രോച്ചാണ്. ഓക്കെ, അദ്ദേഹം നമ്മുടെ സാധാരണ മറ്റ് ഇവാലുവേഷൻ മറ്റ് അപ്രോച്ചസ് പോലെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. ഇതിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു ആദ്യം ഒരു ഒബ്ജക്റ്റീവ് അദ്ദേഹം തയ്യാറാക്കുന്നു. ആ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നു. ആ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികളിലെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ പോകുന്നത്. പക്ഷെ ഇത് കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ടോപ്പിക്സ് ഈ ഒരു അപ്രോച്ചസ് പഠിക്കാനുള്ളത്. പക്ഷെ ഏറ്റവും വലിയൊരു തിയറി കൂടിയാണ്, ഏറ്റവും വലിയൊരു അപ്രോച്ചസും ആണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാത്രമേ അതിലെ കുറച്ച് കണ്ടന്റ്സുകൾ മാത്രമേ നിങ്ങൾ ബേസിക് മാത്രം ഇവിടെ പഠിക്കുന്നുള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ പ്രകടമായിട്ടുള്ള പെരുമാറ്റ മാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണല്ലേ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? അത് തന്നെയല്ലേ
കുട്ടികളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം നമുക്ക്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല പരിസ്ഥിതി കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല ലേണിംഗ് സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷൻസിലൂടെ കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം അല്ലെ. യെസ്. അപ്പൊ അദ്ദേഹം അതേ രീതി തന്നെയാണ് ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ അപ്രോച്ചസില് നിങ്ങളൊന്ന് മലയാളത്തിലൊന്ന് നോട്ട് ചെയ്യാമോ കുറച്ച് കാര്യങ്ങള്? ഓക്കെ. മാം എന്ത് ഇംഗ്ലീഷില്? എന്തോ എന്ത് മലയാളത്തില്? എന്തിനാ മലയാളത്തിലാണോ? ഓ സോറി സോറി സോറി, വേണ്ട 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 വേണ്ട, നോട്ട് ചെയ്യണ്ട. ഞാൻ വേറെ ക്ലാസ്സിൽ കൊടുത്തൊരു കാര്യമാണ് ഓർത്തത് കേട്ടോ. സോറി കേട്ടോ. ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് പോകുന്നതാ, എപ്പോഴും അവിടെ കിടക്കുക. സോറി കേട്ടോ. സോറി സോറി സോറി. 24 ഒരു കുട്ടിക്ക് എപ്പോഴും കുറെ മലയാളം പോർഷൻസ് പറഞ്ഞു കൊടുക്കണം. ആൾക്കറിയെങ്കിലും പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതവിടെ നടക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. സോറി കേട്ടോ. ഓക്കെ. യെസ്. മലയാളം അറിയില്ലെന്നാണോ പറഞ്ഞേടോ താൻ? യെസ് മാം. മലയാളം അറിയില്ല. താൻ എവിടെയാ ഫ്രം? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചതൊക്കെ. ബാംഗ്ലൂർ. പറയാം. പക്ഷെ വായിക്കാൻ ഈ പറഞ്ഞ പോലെ കൊത്തി വായിക്കുള്ളൂ. പഠിച്ചു തുടങ്ങുള്ളൂ. വേണ്ട, അത് എഴുതണമെന്നില്ല നിങ്ങൾ കേട്ടോ. അവിടെ പറഞ്ഞാൽ ഓക്കെ. യെസ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പഠിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പഠിക്കുന്നത് അല്ലെ. എന്താണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങള്, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്ന് വേണ്ടി പറയാം, എയിംസ് എന്ന് പറയാം അല്ലെ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 ഇവാലുവേഷൻ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 3 ഇവാലുവേഷൻ പ്രക്രിയയുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദ ഇവാലുവേഷൻ പ്രോസസ്സുകളാണ്. അതായത് ഒരു കുട്ടിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രോസസ്സുകളാണ് ഇത്. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ എന്താണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെ. എന്താണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം എന്ത് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം എന്ത് തയ്യാറാക്കും? ഒബ്ജക്റ്റീവ്സുകൾ തയ്യാറാക്കും അല്ലെ. അതായത് അതിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് കുട്ടിയെ പഠിപ്പിക്കുന്നത് അല്ലെ. അതല്ലേ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. വെറുതെ പോയി ഒരു പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ. അതായത് നമ്മൾ എന്തിനാണ്, അതായത് ഒരു അധ്യാപകൻ എന്തെല്ലാം മാറ്റങ്ങൾ ആൾക്ക് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് അത് എന്തൊക്കെ പോയിന്റ്സിലാണ് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എയിം ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ പഠനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കും അല്ലെ. യെസ്. ഈ ലക്ഷ്യം തീരുമാനിക്കുന്നത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒബ്ജക്റ്റീവ്സിന് നമ്മൾ 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികളെ അത് പഠിപ്പിക്കാൻ പോകുന്നത്. ആ 3 മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ 3 ഡൊമൈൻസ് എന്ന് നമ്മൾ അതിനെ പറയും. ഓക്കെ. 3 ഡൊമൈൻസ് മീൻസ് 3 ഡൊമൈനുകൾ. അതായത് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിംഗിൽ, എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ 3 തലങ്ങളുണ്ട്. 3 തലങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, സൈക്കോ മോട്ടോർ ഡൊമൈൻ ഉണ്ട്. ഓക്കെ. ഈ 3 പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ. ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തോളൂ. കോഗ്നിറ്റീവ് ഡൊമൈൻ നോട്ട് ചെയ്യാം. കോഗ്നിറ്റീവ് ഡൊമൈൻ, കോഗ്നിറ്റീവ് തിയറി പഠിച്ചിട്ടുള്ളവരല്ലേ നിങ്ങള്? യെസ്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, ഒന്നുകൂടി. അഫക്റ്റീവ് ആണോ? അഫക്റ്റീവ്, AFFECTIVE, അഫക്റ്റീവ്. അഫക്റ്റീവ് ഡൊമൈൻ. ഡൊമൈൻ സ്പെല്ലിംഗ് അറിയാലോ? DOMAIN ഡൊമൈൻ. സൈക്കോമോട്ടോർ ഡൊമൈൻ. സൈക്കോ എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടാം. മോട്ടോർ MOTOR PSYCO സൈക്കോ മോട്ടോർ ഡൊമൈൻ. ശരിയോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു എമർജൻസി.
നമ്മള് ഇത് പഠിക്കുന്നത് നമ്മുടെ മൂല്യനിർണ്ണയത്തിൽ നമ്മൾ ഇവാലുവേഷൻ പ്രക്രിയയിലെ 3 പ്രധാന ഘടകങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലെ 3 പ്രധാന ഘടകങ്ങളാണ്. അതാണ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞത്? അതിൽ വരുന്ന ഒന്നാണ്, ആദ്യത്തെ പ്രോസസ് ആണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? കോഗ്നിറ്റീവ് എന്താണ് അതിൽ വരുന്നത്? നമ്മുടെ നോളജ്. യെസ്, അതിൽ വരുന്ന കാര്യങ്ങളാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയേ. കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ നേരെ നോട്ട് ചെയ്ത് പോവാം. നോളജ് അറിവ്. comprehension comprehension, application, comma, analysis, synthesis, synthesis, and evaluation. എന്നിട്ട് ശ്രദ്ധിക്കാം, കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന പ്രോസസ്സുകളാണ് കേട്ടോ. നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, യെസ്, നമ്മള് ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന എന്തൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന എന്തൊക്കെയാണ്? ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഓരോന്ന് കോമിറ്റ് ചെയ്ത ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്. ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്. സൈക്കോമോട്ടോർ ഡൊമൈനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ശാരീരിക കഴിവുകൾ, പ്രവർത്തനങ്ങൾ എന്നിവയാണ് കേട്ടോ. സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ് എഴുതാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഓർ സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കുട്ടി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുമ്പോൾ അതിന്റെ 3 പ്രധാന മാനദണ്ഡങ്ങളാണ്, അല്ലെങ്കിൽ 3 ഡൊമൈൻസ് ആണ് എന്ത്? കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിലെ പ്രധാന ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? കോഗ്നിറ്റീവ് ഡൊമൈനിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മള് നോളജ് മുതൽ ഇവാലുവേഷൻ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. യെസ്, നമ്മൾ ആദ്യം എന്താണത്? ഒരു കുട്ടിയിലെ നമ്മൾ ഒരു കണ്ടന്റ് പഠിപ്പിക്കുന്ന സമയം മുതൽ എന്താണ് ആദ്യം നമ്മൾ അതിനെ കുറിച്ചുള്ള അറിവ് വരുന്നു. പിന്നെ എന്താണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്? എന്താണ് കോംപ്രഹെൻഷൻ? അറിയാമോ കോംപ്രഹെൻഷൻ എന്താണ്? മലയാളം മീനിങ് കോംപ്രഹെൻഷൻ ആണോ? ധാരണ ആണോ? എല്ലാവർക്കും ഒരേപോലെ അഭിപ്രായം? മനസ്സിലാക്കുന്നത്. യെസ്, വേണമെങ്കിൽ നമുക്ക് അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം, കോംപ്രഹെൻഷനോ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. ഓക്കെ, യെസ്, മനസ്സിലാക്കുന്നത് അല്ലെ. യെസ്, പിന്നെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ. എന്തായിരിക്കും ആപ്ലിക്കേഷൻ? കുട്ടിക്ക് ആദ്യം നിങ്ങൾ പുറകിലോട്ട് പോയി കുട്ടിക്ക് ഒരു നോളജ് നമ്മൾ പറഞ്ഞു കൊടുത്തത് കുട്ടി എന്ത് ചെയ്തു? അണ്ടർസ്റ്റാൻഡ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്ത എന്താണ്? അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിലയിരുത്തി. അതിനെ വിലയിരുത്തും, അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിന്തസിസ് സംയോജനം, സംയോജിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടി അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും?
പറഞ്ഞ ആദ്യം പഠിച്ച അറിവുകളിലായിട്ട് അതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യും, സംയോജിപ്പിക്കും അല്ലെ, ഇത് കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്. യെസ് 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 ഓക്കെ. ദെൻ ഇവാലുവേഷൻ. ലാസ്റ്റ് എന്താണ് ഇവാലുവേഷൻ? ഇവാലുവേഷൻ എന്താണ്? നമ്മൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ടീച്ചർ എന്ത് ചെയ്യും? വിലയിരുത്തും അല്ലെ. വിലയിരുത്തുന്നതിന് പല പ്രോസസ് ഉണ്ട്. ഇവാലുവേഷൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കും? ഇവാലുവേഷന് വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ അല്ലെ, എക്സാമിൻസുകൾ അല്ലെ. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ കൊടുക്കാം, അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ ടീച്ചറിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മിക്കത് നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഹലോ, അതെ മാം. ഏത് വേണമെങ്കിലും ടീച്ചറിനെ സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ അപ്പൊ നമ്മള് ഇവാലുവേഷൻ പ്രക്രിയയിൽ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിൽ ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ആദ്യ ഡൊമൈൻ ആണ് എന്ത്? ഒബ്ജക്റ്റീവ് ഡൊമൈൻ. ഈ 3 മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് ആ ക്ലാസ് മുറിയില് ഒബ്ജക്റ്റീവ്സിൽ അനുസരിച്ചിട്ടുള്ള പഠനങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു നോളജ് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട് ടീച്ചർ അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അതിനെങ്ങനെ അവൻ അപ്ലൈ ചെയ്തു, അതിനെങ്ങനെ അനാലിസിസ് ചെയ്തു, അതിനെങ്ങനെ സംയോജിപ്പിച്ചു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഇവാലുവേഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. യെസ്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ്? അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അഫക്റ്റീവ് ഡൊമൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഴുതിയത്? കുട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഴുതിയത്? ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്. വാല്യൂസ്, ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ കുട്ടി എന്താണ് അവനെ കാണിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അതായത് അവിടെ കാണിക്കുന്ന ബിഹേവിയർ ആണ് കുഞ്ഞിന്റെ അല്ലെ. പിന്നെ ഏത് രീതിയിലുള്ള ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്? ചിലപ്പോൾ അത് താല്പര്യം പ്രകടിപ്പിക്കാത്ത കുട്ടികളുണ്ട്, ഇൻട്രസ്റ്റഡ് ആവാത്ത കുട്ടികളുണ്ട് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഉൾക്കൊണ്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ അഫക്ട് ചെയ്യുന്നത് ഏത് ഡൊമൈനിലാണ്, ഏത് മാനദണ്ഡത്തിലാണ്? അഫക്റ്റീവ് ആണ്. അതായത് കുട്ടിയുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവന്റെ ബോഡി ലാംഗ്വേജിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ഫീലിങ്സുകളാണ് അവിടെ വരുന്നത് അല്ലെ. യെസ്, അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക് പഠിപ്പിച്ചതിന് ശേഷം എന്താണ് അവൻ എന്താണ് അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഇല്ല, അവൻ എങ്ങനെയാണ് അത് അവനെ ഫീൽ ചെയ്യിപ്പിച്ചത്. ഓക്കെ, ആ കുട്ടിയെ പഠിപ്പിച്ച സമയത്ത് നമ്മളിപ്പോ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് അതെന്താണ്, ചിലപ്പോൾ ചില കുട്ടികൾ നല്ല കേട്ടിരിക്കും, ഇൻട്രസ്റ്റോടുകൂടി കേട്ടിരിക്കും അല്ലെ. ചില കുട്ടികൾ എന്താണ് അതുപോലും ശ്രദ്ധിക്കില്ല. പലരും പല രീതിയിലാണ് ഓരോ കണ്ടന്റിനെയും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് എന്ത്? അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സൈക്കോമോട്ടോർ ഡൊമൈൻ. എന്താണ് സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് ടീച്ചർ പറഞ്ഞത്? ഫിസിക്കൽ ആക്ടിവിറ്റീസ്. യെസ്, ശാരീരിക കഴിവുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവ. ഓക്കെ, അത് ഏത് തരം ടോപ്പിക്സ് ആണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, അതായത് അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ വരുന്നത് കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ക്ലാസ് മുറിയിൽ നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രോഗ്രാംസുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത് വരുന്നത്? സൈക്കോമോട്ടോർ ഡൊമൈൻസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കൊന്നും വരുന്നില്ല. പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. എന്നിരുന്നാൽ പോലും എന്താണ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിലെ 3 ഡൊമൈൻസ് എന്ന് നമ്മൾ പഠിച്ചേ മതിയാവും കേട്ടോ. അതിനാണ് പറഞ്ഞു തന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ 3 ഡൊമൈൻസിന്റെ പേരുകൾ ഓർത്തു വെക്കുക. ഏതൊക്കെയായിരുന്നു പഠിച്ചത് നമ്മള്? ഏതൊക്കെ മാനദണ്ഡങ്ങളാണ്? കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഓക്കെ, യെസ്. അപ്പൊ പേരുകളൊന്നും ഓർത്ത് വെക്കട്ടെ, എങ്ങാനും ചോദ്യം വന്നാലോ. ഓക്കെ, യെസ്. ഇനി അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ പഠിച്ചു എന്താണ്? ആദ്യം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം തയ്യാറാക്കുന്നത് ടീച്ചർ. ഇനി എയിം തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ ഇനി അടുത്തത് കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത്? സെക്കൻഡ് വൺ എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസ്. എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് അഥവാ പഠനാനുഭവം എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ എങ്ങനെ ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കുട്ടിക്ക്? കുട്ടികൾക്ക് പഠിക്കാൻ ലഭിക്കുന്ന എല്ലാ പഠനം സാഹചര്യങ്ങളാണ് കൊടുക്കേണ്ടത് അല്ലെ. അതായത് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ബേസ്ഡ് ഉള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ലേണിംഗ് എക്സ്പീരിയൻസ് എന്തൊക്കെ പ്രോസസ്സ് നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും? ചാർട്ട്സ് പ്രസന്റ് ചെയ്യാം. ചാർട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ചാർട്ട്, പ്രോജക്റ്റ്, റോൾ പ്ലേ. ഓക്കെ, സമ്മതിച്ചു. ഡിസ്കഷൻ നല്ലൊരു മെത്തേഡ് ആണോ?
group discussion. യെസ്, ഡിസ്കഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവും അല്ലെ, കുട്ടികളിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ നടക്കും. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകുന്നു. നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും കുട്ടികൾക്ക് ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകുമ്പോ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവര് പഠിച്ച കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തോടെ പോയി കാണാൻ പോവാണ് അല്ലെ. ഓൾറെഡി ചിലപ്പോൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. ഏതെങ്കിലും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നമ്മളിപ്പോ പാലസുകളൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെ. യെസ്, അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് നേരിട്ട് കാണുകയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് നമ്മുടെ പാലസ് ഉണ്ട് തൃപ്പൂണിത്തുറ, ചിലർക്ക് അറിയാൻ പറ്റും. നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത പാലസ് ഉണ്ടോ? മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിവിടെ നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള പാലസ് ആണ്. ഓക്കെ, തൃപ്പൂണിത്തുറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിപ്പിച്ച അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അവർ ട്രിപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിക്ക് താൻ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ രാജാക്കന്മാരെ കുറിച്ച്, അവരുടെ നിയമങ്ങളെ കുറിച്ച്, അതിലെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഇതൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് കുഞ്ഞിന് എന്ത് തോന്നും, ഭയങ്കര താല്പര്യമായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ് കുഞ്ഞിന് കിട്ടുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ കണ്ട് മനസ്സിലായി പഠിച്ച കാര്യങ്ങള്, മനസ്സിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ അവനിക്ക് സംഭവിക്കുന്നു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കുഞ്ഞിന് ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ ഡിസ്കഷൻ മെത്തേഡ് ചെയ്യുമ്പോഴൊന്നും കുട്ടികൾ അവരവരെ പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു കുട്ടി പറയുന്നത് വേറൊരു അഭിപ്രായം, ഒരു ടോപ്പിക്കിനെ കുറിച്ച് വേറൊരു അഭിപ്രായം, അങ്ങനെ പല അഭിപ്രായങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമാണ് ഡിസ്കഷൻ മെത്തേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്, അപ്പൊ കുഞ്ഞിന് ഏത് രീതിയിൽ നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ക്ലാസ് റൂമിൽ നമുക്ക് സ്വീകരിക്കണമെന്നില്ല. ഓക്കെ, അതാണ് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പിന്നീട് എന്ത് കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്, മനസ്സിലായോ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന്? നല്ല മികച്ച പഠനാനുഭവം അധ്യാപകർക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് ഏത് തരം മെത്തേഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. യെസ്, ഓക്കെ. ഇനിയിപ്പോ ഈ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകാന്ന് പറയുന്നത് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസ് തന്നെ വേണമെന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ സ്ഥലങ്ങളുണ്ട്, പാർക്കുകള് അല്ലെങ്കിൽ നമ്മുടെ ബീച്ചസ്, അങ്ങനെ നമുക്ക് ലോക്കൽ ഏരിയാസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടൂറുകളില്ലേ. നമ്മള് ടൂറുകളൊക്കെ പഠിച്ചല്ലേ നമ്മള് പാർക്ക് 4-ലെ ഓർമ്മയില്ലേ? യെസ്, മ്യൂസിയങ്ങള്, അങ്ങനെയുള്ള സൂ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽസ്, ഫ്ലവർ ഷോസ് ഒക്കെ, ഇതെല്ലാം കുട്ടിയിലെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നല്ല പഠനാനുഭവമാണ് അല്ലെ. യെസ്, അത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിന് പുറത്തു കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നതാണ് കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ, നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ നമുക്കും അധ്യാപകർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അല്ലാതെ എപ്പോഴും ഒരു ക്ലാസ് റൂമിനകത്ത് അടച്ചു പൂട്ടിയിരുന്നിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ബോറാണ് അല്ലെ. വ്യത്യസ്തത കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതാണ് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളിപ്പോ ഫീൽഡിലൊക്കെ കൊണ്ടുപോയി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, കണ്ടും കേട്ടവരെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു, ഇന്നൊരു കാര്യത്തെ കുറിച്ച് അവനെ പഠിപ്പിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു പ്ലേസിനെ പറ്റി ആയിരിക്കും, ആ പ്ലേസിനെ പറ്റി പഠിപ്പിക്കാനായിട്ട് ടീച്ചർ എന്ത് ചെയ്തു, കുറെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു. അവനിൽ എല്ലാ കാര്യങ്ങളും വിശകലിച്ചിട്ട് ലാസ്റ്റ് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഇവാലുവേഷൻ അവരെ നടത്തി. പിന്നെ എന്താണ്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അവന് പ്രൊവൈഡ് ചെയ്തു അല്ലെ. നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് അവനൊരു പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക്. വെറുതെ പഠിപ്പിച്ചു പോയാൽ മതിയോ? കുട്ടിയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നുണ്ടോ എന്ന് നോക്കണ്ടേ? യെസ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ ചേഞ്ചസ്. അതാണ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നോക്കുക, ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ ചേഞ്ചസ്. ഇവിടെ മൊത്തം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മള്. എന്താണെങ്കിലും ഏത് പ്രോസസ് ആണെങ്കിലും അതിങ്ങനെ വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇവാലുവേഷൻ അപ്രോച്ചസിന്റെ പ്രത്യേകത. ഓക്കെ, യെസ്. ലാസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഇവാലുവേഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ബിഹേവിയറിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. യെസ്, അതായത് ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ ടീച്ചറിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ടീച്ചറിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ടീച്ചർ ലക്ഷ്യത്തിലൂടെ എന്ത് ചെയ്തു, നല്ല എക്സ്പീരിയൻസ് കൊടുത്തിട്ട് അവനിൽ എന്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു, അവന്റെ ബോഡിയിൽ അല്ലെങ്കിൽ അവന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇവാലുവേഷൻ അപ്രോച്ചസിലൂടെ
ES ബ്ലൂം പറയുന്നത് കേട്ടോ. യെസ്. ഇനി ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഇനി ടീച്ചർ എന്താ ചെയ്യുന്നത്? ഇതൊരു ലക്ഷ്യം വരും. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പല പ്രോസസ്സ് കൂടി ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യും? പല പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും അല്ലെ? എക്സാമിനേഷൻ ടെസ്റ്റുകൾ എന്നിവ കണ്ടെത്തി കുട്ടിയിലെ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പുരോഗതി അവരുണ്ടായിട്ടുണ്ട്. ചിലപ്പോ നമ്മള് ചിലപ്പോ വൈവ ചെയ്യും. വൈവ ചെയ്യാറില്ലേ? അറിയില്ല നിങ്ങൾക്ക് വൈവ ചെയ്യുന്നത് എങ്ങനെയാണ്? വൈവ അറിയാമോ? ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ്. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കാര്യം ചിലപ്പോൾ നേരിട്ടായിരിക്കും വിലയിരുത്തുന്നത്, നേരെ ചോദിക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ അവൻ എക്സാമിലൂടെ കണ്ടക്ട് ചെയ്യും അല്ലെ? എക്സാം പല പല ടെസ്റ്റസോ മറ്റേ എക്സാമിനേഷൻസോ മറ്റേ ആക്ടിവിറ്റീസ് എങ്ങനെ വേണമെങ്കിലും എന്തായിരിക്കും ടീച്ചർ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവാലുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ തരം എക്സാമുകളിലൂടെ ടെസ്റ്റുകളിലൂടെ കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ പുരോഗതി അവന് ഉണ്ടായിട്ടുണ്ട്, അവന്റെ ബിഹേവിയർ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹലോ, മനസ്സിലായി മാം. Yes, ma'am. Clear, ma'am. ഓക്കെ, യെസ്. അപ്പൊ ബ്ലൂമിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയുടെ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് പോയിന്റ് പഠിച്ച കാര്യം നമുക്ക് മനസ്സിലായി. ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ കുട്ടിയുടെ പെരുമാറ്റത്തിന് മാറ്റം കൊണ്ടുവരാനാണ് അവിടെ ശ്രമിക്കുന്നത് അല്ലെ? ഇത് നമ്മുടെ അറിവിലൂടെ, നമ്മൾ പറഞ്ഞു കൊടുത്ത നോളജിലൂടെ കുട്ടിക്ക് എന്തൊക്കെ പുരോഗതി ഉണ്ടായി, അതിന്റെ ബിഹേവിയർ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നറിയാനുള്ള ഒരു പ്രധാന അപ്രോച്ചസ് ആണ് എന്ത്? ബ്ലൂമിന്റെ ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെറിറ്റ്സ് ആയിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഒരു അപ്രോച്ചിന്റെ പ്രധാന ഗുണം എന്തായിരിക്കും? ഇത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലെ? ഈ ഒരു പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ അപ്രോച്ച് എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു എയിമിന്റെ ഭാഗമായിട്ടല്ലേ ഈ ഒരു പഠനം നടത്തുന്നത്. അപ്പോ ഇതിന്റെ മെറിറ്റ്, ഇതിന്റെ പ്രധാന ഗുണം എന്താണ്? ഇതൊരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ആണ് അല്ലെ? അറിയാം, വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ആണ് ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെന്താണ്? ബിഹേവിയർ ചേഞ്ചസിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അല്ലെ? ബ്ലൂംസ് എന്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? കുട്ടിയുടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പെരുമാറ്റത്തിനുണ്ടാകുന്ന മാറ്റത്തിന് അല്ലെ? ഈ ബിഹേവിയർ ചേഞ്ചസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല കുട്ടിയുടെ അറിവ് മാത്രമല്ല നമ്മളിവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, മറ്റ് വാല്യൂസ് എല്ലാം തന്നെ എന്താണ് നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ട് അല്ലെ? കുട്ടിക്ക് എന്തൊക്കെ താല്പര്യങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള വാല്യൂസ് കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എന്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു അപ്രോച്ചസിലൂടെ, ഈ ഇവാലുവേഷൻ അപ്രോച്ചസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അപ്രോച്ചിന്റെ മെയിൻ മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഇത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇവിടെ ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? കുട്ടിയുടെ നോളജിന് മാത്രമല്ല നമ്മളിവിടെ പ്രാധാന്യം വെക്കുന്നത്, കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിന്, വാല്യൂസിന്, ഇൻട്രസ്റ്റ്, ഇതിലൊക്കെ ഉണ്ടാവുന്ന പുരോഗതി വിലയിരുത്താനായിട്ട് പ്രധാനമായിട്ട് ഒരു അപ്രോച്ചസ് ആണ് എന്ത്? ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പോ പഠിച്ചത് 3 സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. താഴത്തോട്ട് എന്താ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ബ്ലൂംസിന്റെ 3 സ്റ്റെപ്പുകളുടെ പേരുകൾ ഓർത്ത് വെക്കാം. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ചേഞ്ച് ഇൻ ബിഹേവിയർ. ഓക്കെ, 3 സ്റ്റെപ്സുകൾ ഓക്കെ അല്ലേ? ഓക്കെ മാം. Yes, ma'am. Yes. The classroom management is to realize the educational objectives. The purpose of managing classroom activities is to provide learning experience for the students, and objective are measured with the help of change of behavior. Yes. The classroom management is to realize the educational objectives. ഇവിടെ നമ്മുടെ ഈ ഒരു അപ്രോച്ചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ ലക്ഷ്യങ്ങള്, ഏത് കണ്ടന്റ് ആണോ അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, then the purpose of managing classroom activities to provide learning experience for the students and objective are measured with the help of change of behavior. നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം കണ്ടുപിടിച്ചത്, ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റീവ്സിലൂടെയാണ് കുട്ടിക്ക് എന്ത് കൊടുത്തത്? നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നത് അല്ലെ? നല്ല ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ അവനിൽ എന്തുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു?
അവന്റെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അല്ലെ. ആദ്യം ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുത്തു. ആ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടിക്ക് എന്തൊക്കെ പുരോഗതി ഉണ്ടായി അല്ലെങ്കിൽ അവന്റെ ബിഹേവിയർ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചസിൽ നമ്മൾ ഉടനീളം പഠിക്കുന്നത്. ഓക്കെ, അപ്പോ അതിനാൽ തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെന്റേർഡ് മാനേജ്മെന്റ് ആണ് അല്ലെ. ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത് ബ്ലൂംസ് അപ്രോച്ച് അല്ലെങ്കിൽ ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്യണേ. ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ഒബ്ജക്റ്റീവ് സെന്റേർഡ്. നോക്കാം, ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ഒബ്ജക്റ്റീവ് സെന്റേർഡ് എന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The classroom activities are managed for realizing the objectives. The classroom activities are managed for realizing the objectives. അതായത് ഒരു ഒബ്ജക്റ്റീവ്സ് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്തിൽ കൈകാര്യം ചെയ്യുന്നത്, ഇവാലുവേഷൻ അപ്രോച്ചസിൽ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു അപ്രോച്ചസിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യെസ്, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈ അപ്രോച്ചസിന്റെ 3 സ്റ്റെപ്പുകളുടെ പേരുകൾ മറക്കരുത് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പാടില്ല. ആദ്യം ചേഞ്ചും ബിഹേവിയറും, പിന്നെ ഇടയ്ക്ക് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവസാനം. അങ്ങനെ എല്ലാം വരേണ്ടത് കറക്റ്റ് ഓർഡർ അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. Yes, ma'am. യെസ് മാം. യെസ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാനേജിങ് ടീച്ചിങ് ലേണിംഗ് ആണ് കേട്ടോ. മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. വേറൊരു കാര്യം പറയാം, ഈ ഇവാലുവേഷൻ അപ്രോച്ചസിന്റെ എന്റെ കയ്യിലൊരു നോട്ട് ഉണ്ടായിരുന്നു, അത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഞാൻ ഇവിടെ കോളേജിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ വേറെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഉള്ളതും ഒരു നോട്ട് ഉണ്ടായിരുന്നു, അത് മിസ്സായപ്പോ അതിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അത് ഞാൻ തപ്പാനൊരു സ്ഥലമില്ല. അപ്പൊ കുറച്ചുകൂടി രസകരമായിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടി രസം. ഞാൻ അതിനുള്ള ധൈര്യത്തിലാണ് ഇരുന്നത്, പക്ഷെ അതെന്റെ കയ്യിൽ മിസ്സായിപ്പോയി. നോക്കി വായിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഞാൻ അതിലാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാലുവേഷൻ അപ്രോച്ചസിനെ കുറിച്ചിട്ട് ബ്രീഫ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി നമുക്ക് രസകരമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എപ്പോഴും പോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയതാണോ എന്താണോന്ന് അറിയില്ല, കാണാനില്ല സംഭവം. അതുപോലെ തന്നെ എന്റെ ഒരു സൈക്കോളജി ടെക്സ്റ്റ് കാണുന്നില്ല, കുറെ അങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ട്, ഒന്ന് തപ്പണം. എല്ലാം മിസ്സിംഗ് ആയി. ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കാണാണ്ടായിരിക്കുന്നത്. അത് മിസ് ആവാത്തതാണ്, ഒന്നും കാണാതെ പോവാത്തതുമാണ്. പക്ഷെ എന്തോ അറിയില്ല. ഓക്കെ, എങ്ങാനും പറ്റിയാണ് ഞാനത് ഒന്നും കൂടി എടുക്കും, സാധനം കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു തരും കേട്ടോ. മിസ് BS ബ്ലൂമിന്റെ ഫുൾ ഫോം ഒന്നുകൂടി പറയൂ. ബെഞ്ചമിൻ എസ് ബ്ലൂം എന്നാണോ? ബെഞ്ചമിൻ എസ് ബ്ലൂം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇൻഷ്യലാണ് കേട്ടോ. എസ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻഷ്യലാണ്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് IK ഡേവിസിന്റെ ഒരു ലേണിംഗ് തിയറിയാണ് കേട്ടോ. IK ഡേവിസിന്റെ ചെറിയ തിയറിയാണ്, ചെറിയൊരു അപ്രോച്ച് ആണ് കേട്ടോ. IK Davis has given the management access to teaching learning. A teacher has to play the role of manager and has to manage classroom activities. This access is based on modern theory of human organization and relationships. നമ്മളിപ്പോ പഠിച്ച അപ്രോച്ചസിൽ നിന്ന് വേറെ രീതിയാണ് ഈ ഒരു അപ്രോച്ചസ് എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് ഇതൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് തിയറിയാണ് അല്ലെ, ഈ അപ്രോച്ചസ്. അദ്ദേഹം പറയുന്നത് ടീച്ചേഴ്സ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്, അതായത് എന്താണ് ഉദ്ദേശിച്ചത്, മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാനേജറുടെ പങ്ക് എന്താണോ അല്ലെ, അല്ലെങ്കിൽ സ്കൂൾ മാനേജറുടെ പങ്ക് എന്താണോ ആ രീതിയിൽ അത്തരം കാര്യങ്ങളിലും അല്ലെങ്കിൽ അതിലാണ് കൂടുതൽ ഇടപെടേണ്ടത്. അല്ലെങ്കിൽ ഒരു റോള് വഹിക്കുമ്പോൾ എന്താണ്, ടീച്ചറേക്കാൾ കൂടുതൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ആക്ടിവിറ്റീസിലായിരിക്കണം അധ്യാപകർ പങ്കെടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് ഒരു ടീച്ചർ മാനേജറുടെ പങ്ക് വഹിക്കുകയും എന്താണ് ക്ലാസ് റൂം, അത് ഒരു മാനേജറുടെ പങ്ക് വഹിക്കുകയും വേണം, ക്ലാസ് റൂം മാനേജ് ചെയ്യുകയും വേണം. രണ്ട് കാര്യങ്ങൾ ഒപ്പം ചെയ്യണമെന്നാണ് ആര് പറയുന്നത്, IK ഡേവിസ് പറയുന്നത്. ഓക്കെ, ഒരു മാനേജർ എങ്ങനെയാണോ അതേ രീതിയിൽ, സ്കൂൾ മാനേജർ എങ്ങനെയാണോ അതേ രീതിയിൽ അതിന്റെ കാര്യങ്ങൾ വഹിക്കണം. അതേപോലെ തന്നെ എന്താണ് ഒരു ടീച്ചർ എങ്ങനെയാണോ അതും വഹിക്കണം. രണ്ടും കൂടി ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അത് രണ്ടും കൂടി ഇന്റർലിങ്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് ആര് പറയുന്നത്, IK ഡേവിസ് പറയുന്നത്. അത് ഇത്ര എളുപ്പമാണോ അത് പാടാണോ? എങ്ങനെയുണ്ടോ? ടീച്ചറായിട്ട് ഇന്നത്തെ പറ്റുന്നില്ല, ടീച്ചറായിട്ട് അങ്ങ് പഠിക്കാൻ പറ്റുന്നില്ല. ഇനി മാനേജറുടെ ഡ്യൂട്ടിക്ക് അല്ലേ അല്ലേ? യെസ്, ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അദ്ദേഹം പറയുന്നത്
This access is based on the modern theory of human organization and relationships. അദ്ദേഹം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിന് മാത്രമല്ല, ഒരു തിയറിയുടെ ബേസിസിലാണ് അദ്ദേഹം പറയുന്നത്. പിള്ളേരെ ക്ലാസ്സിൽ ഇരിക്കാനേ പറ്റുന്നില്ല, ഫാനെ മുകളിലാണേ. യെസ്, അതായത് മനുഷ്യ സംഘടനകളുടെയും ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള തിയറി ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് തിയറികളില്ലേ, മോഡേൺ തിയറീസുകൾ, അതായത് ഈ ചാളം പോലെ പഠിക്കുന്ന തിയറീസ് ഒക്കെ അറിയാവുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ബിഹേവിയർ തിയറികളാണെന്നല്ല. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജിങ് ആക്ടിവിറ്റീസിനാണ്. അതായത് ഒരാളുടെ ബിഹേവിയർ മാത്രമല്ല, ഒരു കോർഡിനേഷൻസിലുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എങ്ങനെയുണ്ട്, അവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അത് തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂം വരുന്നത് അല്ലെ. ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് വരുന്നത് അല്ലെ ക്ലാസ് മുറിയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ എങ്ങനെയാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതേപോലെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്തും പറ്റണം, ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റണം എന്നാണ് ഐക്യ ഡേവിസ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അതിൻ പ്രകാരം അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹത്തിന്റെ ടീച്ചിങ് അപ്രോച്ചസ് അദ്ദേഹം ഒരു 5 അപ്രോച്ചസിലൂടെയാണ്, 4 സ്റ്റെപ്സിലൂടെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഓരോ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ സ്റ്റെപ്പിലൂടെ തന്നെ പോകണം. ഓക്കെ, അപ്പൊ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ടീച്ചിങ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ആണ് അല്ലെ. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഫസ്റ്റ് അദ്ദേഹം പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യണം? ഒബ്ജക്റ്റീവ് പ്ലാൻ ചെയ്യുക. നോട്ട് ചെയ്ത് പോക്കോളൂ കേട്ടോ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റീവ് പ്ലാൻ ചെയ്യുക. പഠന ലക്ഷ്യങ്ങൾ ആദ്യം നിശ്ചയിക്കുക. പ്ലാനിങ്, പഠന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. കണ്ടന്റ്, ഡിസൈഡ് കണ്ടന്റ്. കണ്ടന്റ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ളടക്കം തീരുമാനിക്കുക. കണ്ടന്റ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ളടക്കം തീരുമാനിക്കുക. ഇതൊക്കെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്തു. പിന്നെന്താണ്? കണ്ടന്റ് ഡിസൈഡ് ചെയ്തു. പിന്നെന്താ ചെയ്യുന്നത്? ലേണിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക. ലേണിംഗ് സ്ട്രാറ്റജീസ്, ഏതൊക്കെ തന്ത്രങ്ങൾ, ഏതൊക്കെ പഠന തന്ത്രങ്ങൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരണം എന്ന് അധ്യാപിക തീരുമാനിക്കും. ഓക്കെ, അതാണ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വേണം, ഏതൊക്കെ കണ്ടന്റ് ഡിസൈൻ ചെയ്യണം, ഏതൊക്കെ ലേണിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരണം എന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്താണ്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിനു ശേഷം ഏതൊക്കെ റിസോഴ്സുകൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ, ഏതൊക്കെ റിസോഴ്സുകൾ, ഏതൊക്കെ സ്രോതസ്സുകൾ അവിടെ നമ്മൾ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ റിസോഴ്സ് കൺട്രോളിങ് അല്ലെങ്കിൽ റിസോഴ്സ് മാത്രം എഴുതിയാൽ മതി, റിസോഴ്സസ് മാത്രം എഴുതിയാൽ മതി. ഓർഗനൈസിന്റെ ഭാഗമായിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്താ? റിസോഴ്സസ് എഴുതുക അല്ലെങ്കിൽ റിസോഴ്സ് ക്രമീകരിക്കുക. അറേഞ്ചിങ് റിസോഴ്സസ് എഴുതിയാലും മതി കേട്ടോ. അറേഞ്ചിങ് റിസോഴ്സസ്. റിസോഴ്സുകൾ ക്രമീകരിച്ചതിന് ശേഷം അടുത്ത എന്ത് ചെയ്യണം നമ്മള്? അടുത്ത എന്താണ് ഓർഗനൈസ് ചെയ്യേണ്ടത്? ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെ, നല്ലൊരു പഠന പരിസ്ഥിതി ഉണ്ടാക്കുക. ലേണിംഗ് എൻവയോൺമെന്റ് കേട്ടോ. ഓർഗനൈസിങ്. ഓർഗനൈസിൽ ഏതൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഒന്ന് റിസോഴ്സ് കൺട്രോളിങ്, റിസോഴ്സുകൾ ക്രമീകരിക്കുക, ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം എന്താണ് അറേഞ്ച് ചെയ്യേണ്ടത്? ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കുക അല്ലെ. ഇനി ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം എന്താണ്? ടീച്ചിങ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക അല്ലെ. ഏതൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെ. ടീച്ചിങ് മെറ്റീരിയൽസ് കേട്ടോ. ടീച്ചിങ് മെറ്റീരിയൽസ് നോട്ട് ചെയ്ത് പോകുന്നില്ല നിങ്ങള്? ടീച്ചിങ് മെറ്റീരിയൽസ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, രണ്ടാമത് നമ്മൾ ഓർഗനൈസ് ചെയ്തു. അടുത്ത എന്താണ്? ഇനി നമ്മൾ ലീഡിങ് ആൻഡ്
ഇൻസ്ട്രക്ഷൻ, ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എഴുതാം കേട്ടോ. അവിടെ ആൻഡിന് മാത്രമേ ഉള്ളൂ. ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എഴുതാം. ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. എന്താണ് ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ടീച്ചർ റിസോഴ്സുകളൊക്കെ ക്രമീകരിച്ചു കൊടുത്തു, എല്ലാ സ്ട്രാറ്റജീസും മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ? ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടീച്ചർ അവിടെ ലീഡ് ചെയ്യണം അല്ലെ? ലീഡ് ചെയ്യുന്ന വെച്ചാൽ സൂപ്പർവൈസ് ചെയ്യുക അല്ലെ? യെസ്. അവിടെ എന്താണ് നോട്ട് ചെയ്യുന്നത്? ക്ലാസ് ഇൻസ്ട്രക്ഷൻസ് എഴുതാം കേട്ടോ. ക്ലാസ് ഇൻസ്ട്രക്ഷൻ, ക്ലാസ് ഇൻസ്ട്രക്ഷൻ. ക്ലാസ് ഇൻസ്ട്രക്ഷൻ, കോമ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് മറ്റെന്തൊക്കെ കൊടുക്കും? മോട്ടിവേഷൻ അല്ലെ? പ്രചോദനം, മോട്ടിവേഷൻ, കോമ മോട്ടിവേഷൻ. ഇൻസ്ട്രക്ഷനും മോട്ടിവേഷനും കൊടുത്തതിന് ശേഷം കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്ടിവിറ്റീസ്, ഡിസ്കഷൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും അല്ലെ? ഏത് പല ടാസ്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടിസിപ്പേഷൻ ചെയ്യും അല്ലെ? കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തും. ഇവിടെ പാർട്ടിസിപ്പേഷൻ എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലാക്കിക്കോളല്ലോ അത് എന്താണെന്ന്. ഓക്കെ, കുട്ടികളെ കൊണ്ട് നമ്മളവിടെ എന്താണോ ചെയ്യിപ്പിക്കാൻ പോകുന്നതിന് താഴെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ടീച്ചർ എന്ത് ചെയ്തു? ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, ക്ലാസ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ചെയ്തു, മാത്രമല്ല കുട്ടികളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. അടുത്ത പ്രോസസ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഓർ ഇവാലുവേഷൻ എഴുതിക്കോളൂ കേട്ടോ. കൺട്രോളിംഗ് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഇവാലുവേഷൻ എഴുതാം. കൺട്രോളിംഗ് ഓർ ഇവാലുവേഷൻ. നമ്മൾ ഇവിടെ വരെ ഇപ്പൊ എന്താ ചെയ്തത്? കുട്ടികളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിർത്തിയാക്കിയാണ് അല്ലെ? ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവിടെ നിർത്തിയാക്കിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ കുട്ടികളെ കൊണ്ട്? ടീച്ചർ എന്താ ചെയ്യണം? ഇനി ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. അതായത് പഠന ലക്ഷ്യങ്ങൾ, ടീച്ചറിന്റെ ആ ഒരു ലക്ഷ്യങ്ങൾ, ടീച്ചർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, ഓർഗനൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി നമ്മൾ ടീച്ചർ വിലയിരുത്തണം അല്ലെ? കുട്ടി അതെല്ലാം തന്നെ എന്താണ് പഠന ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചിട്ടുണ്ടോ എന്ന് ടീച്ചർ അവിടെ ചെക്ക് ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്തിരിക്കണം? തിരുത്തലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം അല്ലെ? ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാം, കറക്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഇത്രയും കാര്യങ്ങളെ കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിലൂടെ ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന പ്രോസസ്സിലൂടെ കുട്ടികളെ കൊണ്ട് എത്തിച്ചേർത്തതിന് ശേഷം എന്താണ് നമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലെ എല്ലാ ലക്ഷ്യങ്ങളും കുട്ടികൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിനു ശേഷം അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക. ഓക്കെ ഓക്കെ, യെസ്, ദാറ്റ് ഈസ് മാനേജ് ടീച്ചിങ് ലേണിംഗ് അപ്രോച്ച്. ഇത്രയുള്ള അത് കേട്ടോ. ഡേവിസ്, ഐ.കെ. ഡേവിസിന്റെ മാനേജ് ടീച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു മാനേജ് അതായത് ഒരു ടീച്ചർ മാനേജറുടെ പങ്ക് വഹിച്ചു ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്ലാസ് എടുക്കണം, ക്ലാസ്സിലെ അധ്യാപിക എന്ന ഒരു പദവി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഒരു മാനേജർ എന്ന നിലയിലും ടീച്ചർക്ക് പ്രവർത്തിക്കാൻ പറ്റണം. ഓക്കെ, യെസ്. അപ്പൊ അതിന് അദ്ദേഹം 5 സ്റ്റെപ്സുകളാണ് അധ്യാപകർക്ക് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 സ്റ്റെപ്സുകൾ? പ്ലാനിങ്, ഓർഗനൈസിങ്, ലേണിംഗ്, കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആദ്യം പഠന ലക്ഷ്യങ്ങള് തയ്യാറാക്കി, അതിന്റെ കണ്ടന്റുകൾ തീരുമാനിച്ചു, ഏതൊക്കെ സ്ട്രാറ്റജീസ് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. പിന്നെ ഓർഗനൈസേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് പല റിസോഴ്സുകൾ ക്രമീകരിച്ചു, ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തു, ടീച്ചിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, മോട്ടിവേഷൻസ് കൊടുത്തു, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. അവസാനം നമ്മൾ എന്ത് ചെയ്തു? അവരെ കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മികച്ച പ്രകടനങ്ങളുള്ളവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലെ? ഇനി തിരുത്തലുള്ള കുട്ടികൾക്ക് എന്ത് നടക്കണം? ക്രിട്ടിസൈസ് ചെയ്യേണ്ടവരെ തിരുത്തുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മിസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ച അപ്രോച്ചുകളൊക്കെ വേറെ വേറെ മെത്തേഡുകളല്ലേ, വേറെ വേറെ രീതികളല്ലേ, പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. എങ്ങനെ വന്നാലും നമ്മൾ നോക്കുന്നത് ഒരു ലക്ഷ്യം കൈവരിച്ചു എന്ന് തന്നെയാണ് നോക്കുന്നത് അല്ലെ? എല്ലാ അപ്രോച്ചസിലും. അതെ. ഓക്കെ,
The arrangement and leading steps are related to classroom management. The controlling steps provide the feedback to classroom management. According to Davis, 5 learning structures are generated through classroom management for primary to higher stages. There is a continuum and great variations in classroom management. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ 5 അപ്രോച്ചസുകൾ എന്താണ്? ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന അപ്രോച്ചസുകളാണ് അല്ലെ. അതായത് പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പഠിച്ച ലാസ്റ്റ് സ്റ്റെപ്പില്ലേ, അതിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അല്ലെ 4 അപ്രോച്ചസ് ഇല്ലേ മാം? 4 അല്ലേ? 5 എന്നാണോ? 5 ലേണിംഗ് സ്ട്രക്ചറിനാണോ? ഓക്കെ 4 സോറി കേട്ടോ. ഡേവിസ് 4 ലേണിംഗ് സ്ട്രക്ചേഴ്സ്. നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ കൂടുതലാണ്. ലീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞില്ലേ ടീച്ചർ? കൺട്രോളിങ് ആൻഡ് ഇവാലുവേഷൻ പറഞ്ഞില്ലേ? അപ്പൊ എത്ര സ്റ്റെപ്പ് ഉണ്ട് മൊത്തത്തില്? 6 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ കൂടുതലാണ് അല്ലേ? സെയിം ലീഡിങ്ങിനെ ഞാൻ വേറൊരു വാക്കുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ലീഡിങ്ങിനെയും കൺട്രോളിങ്ങിനെയും മറ്റ് വാക്കുകൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ എന്നും ഇവാലുവേഷൻ എന്നും പറഞ്ഞത് കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ ഇതൊരു തരം ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണ് ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പ്രൈമറി ടു ഹയർ സ്റ്റേജസുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം അഭിപ്രായം. ഓരോ അപ്രോച്ചസ് തയ്യാറാക്കുമ്പോൾ അവരുടെ അഭിപ്രായം എന്തായിരിക്കും? അവരുടെ അപ്രോച്ചസ് നല്ലതായിരിക്കും എന്നല്ലേ അവര് പറയും ഞങ്ങളുടെ അപ്രോച്ച് മോശമാണെന്ന്. ഇതേ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിരിക്കും എല്ലാ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും മറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ യെസ്. അപ്പോ ഓരോ അപ്രോച്ചസിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സിന്റെ സ്ട്രക്ചറിനനുസരിച്ച് വ്യത്യസ്തതയുണ്ട്. ഇവിടെ നമ്മൾ 5 സ്റ്റെപ്സ് ആണെങ്കിലും മറ്റത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? 3 പീസസിലാണ് അല്ലെ? 3 സ്ട്രക്ചർ 3 സ്റ്റെപ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവാലുവേഷൻ അപ്രോച്ചസ് പഠിച്ചത്. പക്ഷെ ഈ 3 രീതിയിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടേക്ക് വരുന്നത്. പക്ഷെ അതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന ടേംസും കാര്യങ്ങളും അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള വഴികളിലെ വ്യത്യസ്തത മാത്രമാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെയും ഈ 5 സ്റ്റെപ്പ് പഠിക്കാം അല്ലെ? 4 സ്റ്റെപ്പ് പഠിച്ചാൽ മതി കേട്ടോ. പേരുകൾ മാത്രം, ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് ഒന്നും നോക്കണ്ട കേട്ടോ. പഠിക്കാനുള്ളതാണ് ഞാൻ പറയും, ആ ഭാഗങ്ങൾ നോക്കണം എന്ന് പറയും, അപ്പൊ അത് പഠിക്കുക. ഇവിടെ നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് വരെയുള്ള ഭാഗം മാത്രം പഠിക്കാം. ബാക്കിയൊന്നും വാരി വലിച്ചു വെറുതെ പഠിക്കണ്ട. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. അടുത്തത് ഓർഗനൈസിങ് ടീച്ചിങ് ഉണ്ട്. സോറി അതല്ലേ, അതെ. പിന്നെ ഏതാണ്? മോഡുലാർ അപ്രോച്ചും ഓപ്പറേഷൻ ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ഈ 3 അപ്രോച്ചും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ഞാൻ എടുക്കുള്ളൂ, ബാക്കി നിങ്ങൾക്കുള്ള സെമിനാർ ടോപ്പിക്സ് ആണ്. ചെറുതുകൾ മാത്രമേ തരുള്ളൂ കേട്ടോ. ചെറിയ ടോപ്പിക്സ് ഇപ്പൊ തന്നെ എഴുതിയെടുത്ത് വെക്കോ കേട്ടോ. ഇപ്പൊ തന്നെ എഴുതിയെടുത്ത് വെക്കോ. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രമേ സെമിനാറുകൾ എടുക്കുള്ളൂ. അതായത് അപ്രോച്ചസ് കംപ്ലീറ്റ് ആയിട്ട് മാത്രം ഞാൻ നേരത്തെ സബ്ജക്റ്റുകൾ തരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്സ് ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതിൽ 4 ഡയമെൻഷൻസ് പഠിക്കാനുണ്ട്. 4 ഡയമെൻഷൻസിന്റെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. കേട്ടോ. എടുക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ പറയാം, എടുക്കാൻ ഒട്ടും പറ്റുന്നില്ലെന്നാണെങ്കിൽ പറയാം. ആദ്യത്തെ ടോപ്പിക് ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവയോൺമെന്റ്. അതായത് അപ്പൊ പറയുമ്പോൾ നിങ്ങൾ ഈ പാരഗ്രാഫ് കൂടി ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് പറയണം കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ, അതുകൂടി ഒന്ന് കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം പറയുന്നത്. അപ്പൊ ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ വാക്ക് തന്നെ ആരെടുക്കും? അസീന എടുക്കുള്ളൂ. മാം എനിക്ക് ഓൾറെഡി അശ്വതി മാമിന്റെ ഉണ്ട്. ഇത് പറയാൻ പറ്റില്ല, അടിയുള്ളൂ വരാം. അതെയോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. അല്ല, സെമിനാർ എടുക്കാൻ അശ്വതി മാമിന്റെ ഉണ്ടെന്ന് പറയതേ വെച്ചാൽ പിന്നെ ഈ PGയുടെ തന്നെ അടുത്ത ദിവസം ചെയ്യേണ്ടതാ. ഇതിപ്പോ അടുത്ത ദിവസം ചെയ്യാനുള്ളതല്ല, അത് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇത് എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. നേരത്തെ ചില ടോപ്പിക് തന്നുള്ളൂ കേട്ടോ. അല്ല മാം, ഇത് മാർക്കിനുള്ളതല്ലേ? എന്തോ മാർക്കിനുള്ളതാണ്? ആ മാർക്കിനുള്ളത്. അപ്പൊ ഇനി പിന്നെയും വരുവോ?
ഒരെണ്ണല്ലേ എടുക്കണ്ടേ ഉള്ളേ? ഒരു സെമിനാർ മാത്രം എടുക്കാനാണോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ബാക്കിയുള്ളവരൊന്നും പറഞ്ഞ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഒരു സെമിനാർ മാത്രമാണോ എടുക്കാൻ പറ്റുള്ളൂ? ഒരു സെമിനാർ എന്നുള്ള മാം ഏതെങ്കിലും ഒരു മിസ്സിന്റെ ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും ഒരു അപ്പൊ അശ്വതി മിസ് മാത്രമേ നിങ്ങൾക്ക് സെമിനാർ വന്നിട്ടുള്ളൂ? ജിഷ മാം തന്നിട്ടുണ്ട്. പക്ഷെ അത് ക്ലാസ്സിൽ കയറാത്ത ഒരു കുട്ടിയാണ് എടുത്തേക്കുന്നത് ടോപ്പിക്. ഒരു ദിവസം നെക്സ്റ്റ് ഫ്രൈഡേ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സെമിനാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും എടുക്കില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ മാം എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല മാം, നോ പ്രോബ്ലം. ഇല്ല പ്രശ്നമില്ല, വേണ്ട, കുഴപ്പമില്ല. കൂടുതൽ സെമിനാറാ എടുക്കേണ്ടത് എന്നുള്ളത്. PG ക്ലാസ്സിൽ കൂടുതൽ സെമിനാർ ആയിട്ടാ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ്, പക്ഷെ ചില ചാപ്റ്ററിൽ അങ്ങനെ സെമിനാർ കൊടുക്കാൻ പറ്റാത്ത ചാപ്റ്റർ ഉണ്ടാകാം. അതിലൊരു ചാപ്റ്റർ ആണിത്. അപ്പൊ നിങ്ങൾക്ക് അപ്രോച്ചൊക്കെ പഠിച്ചപ്പോ മനസ്സിലായില്ല ടീച്ചർ പറഞ്ഞല്ലോ എന്നുള്ളത്? അപ്പൊ ഇതിൽ ചെറിയ പാഠങ്ങൾ മാത്രമേ തരാൻ പറ്റുള്ളൂ. മിസ് അശ്വതി മാമിന്റെ ക്ലാസ്സിൽ കുറച്ചുപേര് സെമിനാർ എടുത്തു. അപ്പൊ ഇനി മാർക്ക് കിട്ടാനുള്ള വേറെ പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ടോപ്പിക്കുകൾ വേണമല്ലോ. ഓക്കെ, അതിലെടുക്കാത്തവരന്ന് ഇതിലെടുക്കും. ഞാൻ എടുത്തിട്ടില്ല. എടുക്കാത്തവർ എടുക്കാത്തവര് മാത്രം പറയാം കേട്ടോ, എടുക്കാത്തവര്. അപ്പൊ ടെസ്റ്റ് ഒരു ടോപ്പിക് തരട്ടെ ടീച്ചർ? ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റ് എടുക്കുക കേട്ടോ. ഓക്കെ മാം. അത് നെക്സ്റ്റ് വീക്കില് വൈവ വരുന്നുണ്ടല്ലോ, അപ്പൊ എടുക്കേണ്ടി വരുമോ അതോ ക്ലാസ്സിലെടുത്താൽ മതി? അടുത്ത ക്ലാസ്സിൽ ഒന്നും എടുക്കണ്ട. ഞാൻ അപ്രോച്ചസ് ഒക്കെ കഴിയട്ടെ, അപ്രോച്ചസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഇപ്പൊ എടുക്കണ്ട, നേരത്തെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ മാം. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് അതെടുക്കും. അവരോട് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് ഞാൻ എടുക്കാം മാം. ഓക്കെ. എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് വാല്യൂ ഡയമെൻഷൻസ് അനുല്ല. എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് ഞാനൊന്ന് പറയാം. എത്തിക്കല് നിങ്ങൾ പറഞ്ഞാൽ മതി. രേവതി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. രേവതിയോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. രേവതി എടുത്തോളൂ, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ PGക്ക്? ഉണ്ട് മാം. ഉണ്ടെങ്കിൽ അന്ന് രേവതിയോട് പറഞ്ഞു നോക്ക്. രേവതി എടുക്കുമെങ്കിൽ എടുക്കട്ടെ. രേവതി എടുത്തോളൂ, ഏത് ടോപ്പിക് കൊടുത്താലും എടുക്കും. ഇല്ലെങ്കിൽ പറയാം, ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സ് എടുത്ത് അങ്ങനെ സെമിനാർ വരൊന്നും പേടിക്കണ്ട കേട്ടോ. അത് വരില്ല. ഓക്കെ, അപ്പൊ മിസ് പറയുമ്പോഴല്ല അവതരിപ്പിക്കുന്നത്. മിസ് എന്തോ മിസ് പറയുന്ന അടുത്ത വീക്കിൽ തേഴ്സ്ഡേ എന്റെ ക്ലാസ് ഉണ്ടാവില്ല. അടുത്ത തേഴ്സ്ഡേ അശ്വതി മിസ് ആയി എടുക്കുന്നത്. ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് ആണ്, ഞാൻ ട്യൂസ്ഡേയുടെ ടൈം ടേബിൾ എടുക്കുന്നത്. അപ്പൊ അടുത്ത തേഴ്സ്ഡേ അശ്വതി മിസ് ആയിരിക്കും. പിന്നത്തെ ടെസ്റ്റ് ടീച്ചർ വരുള്ളൂ. അപ്പൊ അപ്രോച്ചസ് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല. പിന്നെ സമയമുണ്ട് എടുക്കാനായിട്ട്, നിങ്ങൾ പേടിക്കാൻ വേണ്ട കേട്ടോ. സമയം എടുത്ത് തീർത്താം. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ പഠിച്ചു വെച്ചു. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. എന്തെങ്കിലും ടോപ്പിക് തരിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ പറയണോ?